നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 294 അംഗ നിയമസഭയിലേക്കാണ്. 293 സീറ്റുകളുടെ ഫലപ്രഖ്യാപനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 294ാമത്തെ സീറ്റ്, അതായത് ഫാൾട്ട നിയോജക മണ്ഡലം, അത് ക്രമനമ്പർ അനുസരിച്ച് 144 സീറ്റാണ്. ഈ ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ റീപോളിംഗ് പ്രഖ്യാപിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ കഴിഞ്ഞ മെയ് 21-നാണ് അവിടെ റീപോളിംഗ് നടന്നത്. ഏതാണ്ട് 87% പോളിംഗ് റീപോളിംഗിലും ഫാൾട്ടയിലുണ്ടായി. എന്നാൽ ഫാൾട്ടയിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പിന്തിരിഞ്ഞോടിയത് വലിയ വാർത്തയായിരുന്നു. താൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ മത്സരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. എന്തായാലും 21-ന് തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ ഇതാ വോട്ടെണ്ണൽ നടക്കുകയാണ്. 21 റൗണ്ടുകളാണ് ഈ മണ്ഡലത്തിലാകെ എണ്ണാനുള്ളത്. ഇപ്പോൾ 11 റൗണ്ടുകൾ എണ്ണി പൂർത്തിയായി കഴിയുമ്പോൾ BJP ആ മണ്ഡലവും പിടിക്കുകയാണ്. BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ ഇപ്പോൾ തന്നെ 45,000-ൽ പരം വോട്ടുകൾക്ക് മുന്നിലാണ്. 21 റൗണ്ടുകളുള്ള നിയോജക മണ്ഡലത്തിൽ 11 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോഴേക്കും 45,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലെത്തണമെങ്കിൽ ഇതൊരു ഫൈനൽ ട്രെൻഡായി കണക്കാക്കാം. മൃഗീയ ഭൂരിപക്ഷത്തിൽ അവിടെ BJP ജയിക്കാൻ പോകുന്നു. അതായത് BJPയുടെ അംഗസംഖ്യ 207 മാറുകയാണ്. 207 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ആദ്യ ഫലപ്രഖ്യാപനം വന്നപ്പോൾ BJP ജയിച്ചു കയറിയത്. ഇപ്പോൾ ഈ മണ്ഡലം കൂടി പിടിക്കുമ്പോഴും 207 BJP മണ്ഡലങ്ങളുടെ എണ്ണം നിജപ്പെടുത്തുകയാണ്. അതിനൊരു കാരണമുണ്ട്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി 2 മണ്ഡലങ്ങളിൽ വിജയിച്ചിരുന്നു, നന്ദിഗ്രാമിലും ഭവാനിപ്പൂരിലും. ഇതിൽ ഭവാനിപ്പൂർ നിലനിർത്തി നന്ദിഗ്രാമിൽ ഒഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അതുകൊണ്ട് തന്നെ നന്ദിഗ്രാമിൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അല്ലെങ്കിൽ നന്ദിഗ്രാം ഒഴിഞ്ഞതോടുകൂടി BJPയുടെ സീറ്റുകളുടെ എണ്ണം 206 കുറയുന്നു. ഇപ്പോൾ ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ കൂടി വിജയിക്കുന്നതോടുകൂടി BJPയുടെ സീറ്റുകളുടെ എണ്ണം 207 വീണ്ടും ഉയരുകയാണ്. ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് കഴിഞ്ഞ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഒരു റീപോളിംഗ് വേണ്ടി വന്നത്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 93% പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ട പോളിംഗിൽ പക്ഷേ തൃണമൂലിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടായി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ബോധപൂർവം നടത്തിയ ശ്രമങ്ങൾ, അതിനെ ഏതു വിധേനയും പരാജയപ്പെടുത്താൻ BJP നടത്തിയ ചെറുത്തുനിൽപ്പ്, ഇതാണ് അക്രമ സംഭവങ്ങളിലേക്ക് കലാശിച്ചത്. എന്നാൽ കേന്ദ്രസേന ഈ അക്രമ സംഭവങ്ങളെല്ലാം അടിച്ചൊതുക്കി തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള സൗകര്യമൊരുക്കി. ഒരു മണ്ഡലത്തിൽ മാത്രം പണിപാളി, അത് മറ്റിടത്തുമല്ല, ഫാൾട്ടയിലാണ്. ഫാൾട്ടയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചെയ്തു വെച്ചത് ഒരു വലിയ പണിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അഭിഷേക് ബാനർജിയുടെ വിജയത്തിന് ഉതകുന്ന രീതിയിൽ ഇതേ സമാനമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്ന് BJP ആരോപിച്ചിരുന്നു. അതായത് ഈ വോട്ടിംഗ് മെഷീനിൻ്റെ ബാലറ്റ് യൂണിറ്റിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ആ തെരഞ്ഞെടുപ്പിന് ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണും സെല്ലോ ടോപ്പ് ഉപയോഗിച്ച് മറച്ചു വയ്ക്കുക. BJP പ്രവർത്തകർക്കും BJPക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വോട്ട് ചെയ്യാൻ കഴിയാതെ വരിക. അവർ ആ ബട്ടണിൽ പ്രസ് ചെയ്താലും വോട്ട് രേഖപ്പെടുത്താതെ പോവുക. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക, അതിനുശേഷം അവിടെ വിജയം പിടിച്ചെടുക്കുക. ഇതായിരുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ പദ്ധതി. സ്ഥാനാർത്ഥിയായിരുന്ന ജഹാംഗീർ ഖാൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ നടന്നതെന്ന് BJP ആരോപിക്കുന്നു. BJP ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകുന്നു. ദീർഘനേരം ഇത്തരത്തിൽ വോട്ടിംഗ് പുരോഗമിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ കള്ള വോട്ട് നടന്നിട്ടുണ്ടെന്നും BJPക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വോട്ടർമാർക്ക് ലഭിച്ചില്ലെന്നും BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. പരാതി സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ സ്വതന്ത്രമായ അന്വേഷണം ഉണ്ടാകുമെന്നും ആ അന്വേഷണത്തിൽ പരാതി ശരിയാണ് എന്ന് തെളിഞ്ഞാൽ റീപോളിംഗ് നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. സ്വതന്ത്രമായി ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ തന്നെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമായി. അങ്ങനെയാണ് ഫാൾട്ട നിയോജക മണ്ഡലത്തിലെ 285 ബൂത്തുകളിലേക്കും പുതിയ റീപോളിംഗ് നടത്തണമെന്ന ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അതനുസരിച്ച് മെയ് 4-ന് വന്ന ഫലപ്രഖ്യാപനത്തിൽ ഫാൾട്ട മണ്ഡലം ഉൾപ്പെട്ടിരുന്നില്ല. മെയ് 21-ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ന് ഏറ്റവും ഒടുവിലായി വിവരം ലഭിക്കുമ്പോൾ 21 റൗണ്ടുകളിൽ 11 റൗണ്ടുകൾ എണ്ണി പൂർത്തിയാകുന്നു. 45,000-ലധികം വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ
മുന്നിലാണ് എന്ന് പറഞ്ഞാൽ ആ മണ്ഡലവും BJP പിടിക്കുകയാണ് എന്നർത്ഥം. വലിയ BJP തരംഗമാണ് ഇത്തവണ ബംഗാളിലുണ്ടായത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് BJP ബംഗാളിൽ അധികാരം പിടിക്കുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഫാൾട്ട നിയോജക മണ്ഡലത്തിൽ വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 40,000-ൽ പരം വോട്ടുകൾക്കാണ് ഫാൾട്ടയിൽ BJP അന്ന് തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുത്തിയത്. ഫാൾട്ടയിൽ വിജയം നേടുന്നതോടുകൂടി BJP ബംഗാളിൽ തേരോട്ടം പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്. ഫാൾട്ടയിൽ വിജയം നേടുന്നതോടുകൂടി BJP ബംഗാളിൽ ചരിത്ര വിജയം പൂർത്തിയാക്കുകയാണ്. ചരിത്രത്തിലാദ്യമായിട്ടാണ് BJP ബംഗാളിൽ അധികാരം പിടിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചത്. 2016 തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന പാർട്ടിയാണ് 2026 ആകുമ്പോഴേക്കും ബംഗാളിൽ എന്ന വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ അധികാരം പിടിക്കുന്നത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയാണ് ഈ വിജയത്തിൻ്റെ ശില്പി എന്ന് പറയാം. കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വം അടക്കം വലിയ രീതിയിൽ സന്തോഷം രേഖപ്പെടുത്തിയ ഒരു വിജയമായിരുന്നു അത്. കാരണം പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള BJPയുടെ മുൻ രൂപമായ ജനസംഘത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മനാടാണ് പശ്ചിമ ബംഗാൾ. പാർട്ടി സ്ഥാപകനായ ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വന്തം സംസ്ഥാനം പിടിച്ചെടുക്കാൻ BJPക്ക് അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. അതായത് BJP ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന രീതിയിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നപ്പോൾ പിന്നീട് 2014 ശേഷമാണ് രാജ്യം മുഴുവൻ വ്യാപിക്കാനുള്ള ശ്രമം BJP നടത്തിയത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം വലിയ മുന്നേറ്റം BJPക്ക് നടത്താൻ കഴിഞ്ഞിരുന്നു. ദില്ലി പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറെ നാളുകൾക്ക് ശേഷം പാർട്ടി അധികാരത്തിൽ വന്നു. അപ്പോഴും BJPക്ക് പിടികൊടുക്കാതിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു പശ്ചിമ ബംഗാൾ. ആ പശ്ചിമ ബംഗാളിലാണ് ഇപ്പോൾ BJP വിജയക്കൊടി പാറിക്കുന്നതും ഏറ്റവും ഒടുവിലായി നടന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ റീപോളിംഗിൽ വമ്പൻ വിജയം നേടുന്നതും.